ഹായ്, എല്ലാവർക്കും രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് ട്രെയിനിന്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ പാർട്ട് വീഡിയോ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ കാര്യം മറക്കണ്ട. അപ്ഡേഷൻസ് കറക്റ്റ് ആയിട്ട് ലഭിക്കാൻ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തോളൂ. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം ഒരു 2 ചോദ്യം, വീണ്ടും ഒരു 3 ചോദ്യം, അങ്ങനെ ആകെ 5 ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. മുൻവർഷ ചോദ്യങ്ങളാണ്. ആദ്യം സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇനി ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻസ് ഒന്ന് കേട്ടു നോക്കുക. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണോ ചെയ്യുന്നത്, നിങ്ങളെക്കാൾ വേഗത്തിൽ ചെയ്തോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എക്സ്പ്ലനേഷൻസ് ഒന്നും അറിയില്ലാത്ത കുട്ടികൾക്ക്, അല്ലെങ്കിൽ കണക്ക് ചെയ്യാൻ അറിയില്ലാത്ത കുട്ടികൾക്ക് എക്സ്പ്ലനേഷൻസ് നന്നായിട്ട് കേട്ട് വൃത്തിയായിട്ട് പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. ശരി, നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം, 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു പോസ്റ്റ് കടക്കുന്നതിന് 24 സെക്കൻഡ് സമയമെടുത്തുവെങ്കിൽ 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കാൻ എത്ര സമയം വേണം? നമുക്കറിയാം, പോസ്റ്റ് കടക്കാൻ 24 സെക്കൻഡ് എടുത്തുള്ളൂ. അപ്പൊ 240 മീറ്റർ നീളമുള്ള ട്രെയിന് പോസ്റ്റ് കടക്കാൻ 24 സെക്കൻഡ് എടുത്തുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം 240 മീറ്റർ സഞ്ചരിക്കാൻ ഈ ട്രെയിന് 24 സെക്കൻഡ് മതി എന്നല്ലേ? ഒരു പോസ്റ്റ് കടക്കാൻ 24 സെക്കൻഡ് എടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് കടക്കുമ്പോൾ സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം ട്രെയിനിന്റെ നീളമാണ്. ട്രെയിനിന്റെ നീളം 240 മീറ്റർ ആണ്. അപ്പൊ 240 മീറ്റർ സഞ്ചരിക്കാൻ 24 സെക്കൻഡ് എടുത്തുള്ളൂ എന്നല്ലേ അതിന്റെ അർത്ഥം. ഇനി അതേ ട്രെയിന് 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കാൻ എത്ര സമയം വേണമെന്ന ചോദ്യം. 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കണമെങ്കിൽ 750 മീറ്ററും സഞ്ചരിക്കണം, ട്രെയിനിന്റെ നീളമായി 240 മീറ്ററും സഞ്ചരിക്കണം. അപ്പൊ ആകെ സഞ്ചരിക്കേണ്ടി വരുന്നത് എത്രയാ? 990 മീറ്റർ അല്ലേ മക്കളെ? 990 മീറ്റർ അല്ലേ ആകെ സഞ്ചരിക്കേണ്ടി വരുന്നത്? ആണ്. അപ്പൊ 990 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണമെന്ന് കണ്ടുപിടിച്ചാൽ ഉത്തരവായി. 240 മീറ്റർ സഞ്ചരിക്കാൻ 24 സെക്കൻഡ് എങ്കിൽ 990 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം? ഇതിന്റെ ഉത്തരം കാണാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. 990 ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ 240 ആണോ? ഈ 0 പോയി 24 പോയി നമ്മുടെ ആൻസർ 99 സെക്കൻഡ് എന്നാണ് കിട്ടുന്നത്. ചെയ്ത മെത്തേഡ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് പാർട്ട് വീഡിയോയിലും ഇത്തരം ഒരു ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, 120 മീറ്റർ നീളമുള്ള തീവണ്ടി 120 മീറ്റർ നീളമുള്ള തീവണ്ടി 108 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി 180 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എടുക്കുന്ന സമയം. ടൈം കാണാനാണ് ക്വസ്റ്റ്യൻ. ടൈം കാണാൻ ചോദിച്ചാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് ഇക്വേഷൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നിങ്ങൾ പറ, 120 മീറ്റർ നീളമുള്ള ട്രെയിന് 180 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ ആകെ സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം രണ്ടിന്റെയും കൂടെ നീളമല്ലേ? 180 പ്ലസ് 120 നമുക്ക് 300 മീറ്റർ എന്ന് കിട്ടും. ആണോ? ശരി. ഇനി ബൈ സ്പീഡ് ചെയ്യണം. സ്പീഡ് ഇവിടെ കിലോമീറ്റർ പെർ അവറിലല്ലേ തന്നേക്കുന്നേ? ഞാൻ പറഞ്ഞു കിലോമീറ്റർ പെർ അവറിൽ തന്നാൽ അതിനെ എപ്പോഴും എന്തിലേക്ക് മാറ്റിക്കോണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക്. അതിന് ഇൻറ്റു 5/18 ആ ചെയ്യണ്ടേ അല്ലേ? ഇനി ഓർത്ത് വെക്കുക, 108 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്, മറക്കണ്ട. 90 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്, പഠിക്കണം. 108 കിലോമീറ്റർ പെർ അവർ എപ്പോഴും വരുന്നതാണ്. 108 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അല്ലെങ്കിൽ ഇൻറ്റു 5/18 ചെയ്ത് കൺവേർട്ട് ചെയ്യാം. പക്ഷേ ആ കൺവേർഷൻ ചെയ്യുന്ന സമയം ലാഭിക്കാനാണ് നമ്മളിത് കാണാതെ പഠിക്കുന്നത് കേട്ടോ. സോ 108 കിലോമീറ്റർ പെർ അവറിന്റെ അവിടെ 30 മീറ്റർ പെർ സെക്കൻഡ് കൊടുക്കണം. മക്കളെ, വെട്ടി പോകുമ്പോൾ ആൻസർ 10 സെക്കൻഡ് എന്ന് കിട്ടും. കടന്നു പോകാൻ വേണ്ട സമയം ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, 120 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 45 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുമ്പോൾ അതേ ദിശയിൽ 36 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുന്ന മറ്റൊരു ട്രെയിനെ 80 സെക്കൻഡ് കൊണ്ട് പൂർണ്ണമായി ഓവർടേക്ക് ചെയ്തു എങ്കിൽ രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം. നല്ലൊരു ചോദ്യമാണ്. ശ്രദ്ധിക്കണേ മക്കളെ. ആദ്യത്തെ ഒരു ട്രെയിൻ ഉണ്ട്. യെസ്, ആ ട്രെയിനിന്റെ നീളം തന്നിട്ടുണ്ട്, 120 മീറ്റർ ആണ്. ഓക്കെ, ആ ട്രെയിനിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് 45 കിലോമീറ്റർ പെർ അവർ ആണ്. ഇനി രണ്ടാമതൊരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിന്റെ നീളം അറിയില്ല, അത് കാണാനാ ചോദിച്ചേക്കുന്നത്. ആ ട്രെയിൻ ആദ്യത്തെ ട്രെയിനിന്റെ അതേ ദിശയിലാണ് സഞ്ചരിക്കുന്നത്, 36
km/h വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്ന് അറിയാം. സെയിം ദിശയിലാണ്. ഇനി ആദ്യത്തെ ട്രെയിൻ രണ്ടാമത്തെ ട്രെയിനെ കടന്നു പോകാൻ 80 സെക്കൻഡ് എടുത്തു എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം. നമുക്കറിയാം രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം, അതായത് ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ ഒരേ ഒരു ഇക്വേഷനേ ഉള്ളൂ, സ്പീഡ് ഇൻറ്റു ടൈം ആണ് അല്ലെ. നീളം, രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം കാണുക എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കാണുക എന്നാണല്ലോ. ഡിസ്റ്റൻസ് കാണാൻ ചോദിച്ചാൽ ഒരേ ഒരു ഇക്വേഷൻ ഉള്ളൂ, സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, അപ്പൊ ഇവിടെ സ്പീഡ് നമുക്കറിയാം. എന്താ ഇവിടെ? ഇതാണ് ആദ്യത്തെ ട്രെയിനിന്റെ സ്പീഡ്, ഇതാണ് രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ് ആണോ? നമുക്കറിയാം രണ്ട് സ്പീഡുകൾ വരുന്ന കേസിൽ നമ്മൾ എന്ത് സ്പീഡ് എടുക്കണം? സ്പീഡ് റിലേറ്റീവ് എടുക്കണം. ഓർക്കുന്നുണ്ടോ? രണ്ട് സ്പീഡ് വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട സ്പീഡ് റിലേറ്റീവ് സ്പീഡാണ്. റിലേറ്റീവ് സ്പീഡ് കാണാൻ ഒരേ ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് കാണാൻ തമ്മിൽ കുറയ്ക്കണം. സോ 45 മൈനസ് 36 ഈക്വൽ ടു 9 km/h എന്ന് കിട്ടും ഇവിടുത്തെ റിലേറ്റീവ് സ്പീഡ്. ഒരേ ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ റിലേറ്റീവ് സ്പീഡ് കാണാൻ തമ്മിൽ കുറയ്ക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ തമ്മിൽ കൂട്ടണം. അപ്പൊ ഇവിടെ 9 km/h എന്ന് കിട്ടും റിലേറ്റീവ് സ്പീഡ്. 9 km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 9 × 5/18 എന്ന് വരും അല്ലെ. അതായത് ഇത് വെട്ടിപ്പോവും, ഈക്വൽ ടു 5/2 എന്ന് വരും. 5/2 മീറ്റർ/സെക്കൻഡ് എന്ന് വരും. 5/2 മീറ്റർ/സെക്കൻഡ്. അപ്പം എനിക്ക് മനസ്സിലായി 9 km/h എന്ന് പറഞ്ഞാൽ 5/2 മീറ്റർ/സെക്കൻഡ്. അപ്പൊ സ്പീഡിന്റെ സ്ഥാനത്ത് ഞാൻ 5/2 എന്ന് കൊടുത്തു. ടൈം എനിക്കറിയാം 80 സെക്കൻഡ് ആണ് കടന്നു പോകാൻ വേണ്ടി വന്നത്. ഇതും കൂടെ വെട്ടിപ്പോയി 40. ആൻസർ 200 എന്ന് കിട്ടും ആണോ? ഇത് ട്രെയിനിന്റെയും രണ്ട് ട്രെയിനിന്റെ ചോദ്യമാണ് ആണോ? ഇവിടെ ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന, പാസ് ചെയ്ത് പോകുന്ന ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങളിൽ ഡിസ്റ്റൻസ് ആയിട്ട് എപ്പോഴും രണ്ടിന്റെയും കൂടെ നീളം കൂട്ടിയെടുക്കണം എന്നാണ് പഠിച്ചത്. അപ്പൊ ഈ ചോദ്യത്തിൽ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചപ്പോൾ 200 എന്ന് കിട്ടി. അതിന്റെ അർത്ഥം രണ്ടിന്റെയും കൂടെ നീളം 200 ആണെന്നാണ്. അതിൽ ഒരു ട്രെയിനിന്റെ നീളം ഓൾറെഡി തന്നിട്ടുണ്ട് 120. അപ്പൊ രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം ബാക്കിയുള്ള 80 ആയിരിക്കും. സോ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ചെയ്തതൊന്നുകൂടെ പറയട്ടെ. രണ്ട് ട്രെയിൻ, ഒരു ട്രെയിനിന്റെ നീളം അറിയാം, രണ്ടാമത്തെ ട്രെയിനിന് നീളം അറിയില്ല. അപ്പൊ നീളം, അതായത് ഡിസ്റ്റൻസ് കാണാനാണ് ഈ ചോദ്യം. ഡിസ്റ്റൻസ് കാണാൻ ചോദിച്ചാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് രണ്ട് സ്പീഡ് ഉള്ളത് കൊണ്ട് റിലേറ്റീവ് സ്പീഡ് എടുത്തു. ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് കുറച്ചു. km/h കിട്ടി, മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 ചെയ്തു. 5/2 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടി. അപ്പൊ സ്പീഡിന്റെ സ്ഥാനത്ത് 5/2 കൊടുത്തു. ടൈം 80 സെക്കൻഡ് ആണ്. സോൾവ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് എന്നത് 200 എന്ന് കിട്ടും. രണ്ട് മൂവിങ് ട്രെയിനിന്റെ സന്ദർഭം വരുമ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് രണ്ടിന്റെയും കൂടെ നീളം കൂട്ടിയെടുക്കുകയോ ചെയ്യുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് 200 എന്ന് കിട്ടിയ അതിന്റെ അർത്ഥം രണ്ടിന്റെയും കൂടെ നീളം 200 ആണെന്ന്. അതിലൊരു ട്രെയിനിന്റെ 120. അപ്പൊ രണ്ടാമത്തെ ട്രെയിനിന്റെ 80 ആയിരിക്കണം, എന്നാലേ കൂട്ടുമ്പോൾ 200 വരത്തുള്ളൂ. ശരി, അടുത്ത ചോദ്യം. 180 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിക്ക് 220 മീറ്റർ നീളമുള്ള മറ്റൊരു തീവണ്ടിയെ കടന്നു പോകുന്നതിന് സഞ്ചരിക്കേണ്ട ദൂരം എത്ര? ഓക്കെ, അതായത് ചോദ്യം ഇത്രേ ഉള്ളൂ. 180 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി ഉണ്ട്. ആ തീവണ്ടിക്ക് 220 മീറ്റർ നീളമുള്ള മറ്റൊരു തീവണ്ടിയെ കടന്നു പോകുന്നതിന് സഞ്ചരിക്കേണ്ട ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ രണ്ടിന്റെയും കൂടെ നീളമല്ലേ മക്കളെ? 180 പ്ലസ് 220 ആണോ? ആൻസർ 400 മീറ്റർ. രണ്ടും കൂടെ കൂട്ടണ്ടേ? ഒരു തീവണ്ടി മറ്റൊന്നിനെ കടന്നു പോകാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടി എഴുതുന്നതല്ലേ? ആൻസർ 400 മീറ്റർ. അടുത്ത ചോദ്യം. 450 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 54 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു എങ്കിൽ ഒരു വൃക്ഷത്തെ കടന്നു പോകാൻ എടുക്കുന്ന ടൈം കാണാനല്ലേ ചോദ്യം? ടൈം കാണാൻ ചോദിച്ചാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ ഇക്വേഷൻ? ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തെ അല്ലേ കടന്നു പോകുന്നത്? ട്രെയിനിന്റെ നീളം തന്നെയല്ലേ ഡിസ്റ്റൻസ്? 450 മീറ്റർ ആണോ? സ്പീഡ് എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ സ്പീഡ് തന്നെയല്ലേ? പക്ഷെ ട്രെയിനിന്റെ സ്പീഡ് 54 km/h എന്നല്ലേ പറഞ്ഞേക്കുന്നേ? km/h തന്നാൽ ചേരാൻ വേണ്ടി മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണ്ടേ? കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 54 km/h 15 മീറ്റർ/സെക്കൻഡ് ആണ്. കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റു 5/18 കൊണ്ട് കുടിക്കണം. അപ്പൊ ഇവിടെ 450 മീറ്റർ ആയതുകൊണ്ട് സ്പീഡ് മീറ്റർ/സെക്കൻഡിൽ എടുക്കാവുള്ളൂ, 15 മീറ്റർ/സെക്കൻഡ്. സോ ആൻസർ 30 സെക്കൻഡ് എന്ന് കിട്ടും കടന്നു പോകാൻ വേണ്ട സമയം. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പം ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ 5 എണ്ണം കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ട്, ട്രെയിൻ ഓക്കെ ആവുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.